ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പൊതിച്ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു. ചോറ്, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഓംലേറ്റ് ഉണ്ട്, പപ്പടം, മീൻ വറുത്തത്, പിന്നെ മീൻകറി ഉണ്ട്. പിന്നെ ഇത് കള്ളാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് മോരും വെള്ളത്തിൽ കുറച്ചും കൂടി വെള്ളം കലക്കി കൂട്ടിയൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡും ആളെ ഫ്രണ്ടും കൂടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം പോയി ഒരു വാഴയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന്. ഇവിടെ വാഴയില കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ അലഞ്ഞിട്ടാണ് ഒരു വാഴയില കിട്ടിയത്. അപ്പോൾ വാഴയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് അത് നല്ല പോലെ ഇട്ട് വാട്ടി, നല്ല പോലെ വാഴയില വാടി വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ അതിങ്ങനെ പൊതിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു സ്മെല്ലും കൂടിയിട്ട് ചേരുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. പൊട്ടറ്റോ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അതിന് ശേഷം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതെൻ്റെ റെസിപ്പിയല്ല, ഇത് മാത്രം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി, ബാക്കി എല്ലാതും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാനായിട്ട്. അത്രയും ടേസ്റ്റാണ് ഈ ചെമ്മീൻ്റെ ചമ്മന്തി. ഉണക്കച്ചെമ്മീൻ വറുത്ത് പിന്നെ അതിനുശേഷം ചമ്മന്തിയായിട്ട് പൊടിക്കണമെന്ന്. പിന്നെ അയില വറുത്തതാണ് കേട്ടോ ഇത്. എനിക്കങ്ങനെ മീൻ ഇഷ്ടമല്ല, പക്ഷെ പൊതിച്ചോറിൻ്റെ കൂടെ ഒരു ഗെറ്റപ്പ് വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മീൻ ചേർത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അയില കഴിക്കാൻ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഓംലേറ്റും പപ്പടവും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചോറ് പൊതിഞ്ഞ് കേട്ടാണ്. പൊതിയാൻ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. വാഴയില നല്ല പോലെ ടൈറ്റാക്കി പൊതിയണം. അതിന് ശേഷം നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നല്ലപോലെ ടൈറ്റാക്കി പൊതിഞ്ഞ് എടുത്ത് വെക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ഈ ഒരു പൊതിഞ്ഞ് കിട്ടിയിട്ട് ഏകദേശം ഒരു 1-1.5 മണിക്കൂറൊക്കെ വെക്കാം മിനിമം കേട്ടോ. 1.5 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതിൽ കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിത് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം 4 മണിയാണ്. ഞാൻ പണിയൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി ലേറ്റായിട്ടാണ് എണീറ്റത്. ലേറ്റായിട്ട് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ പൊതിച്ചോറ് അങ്ങോട്ട് തുറന്നപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു സ്മെല്ല് കിട്ടി. ആ സ്മെല്ല് മതി നമ്മുടെ വിശപ്പ് മാറാനായിട്ട്. സത്യമായിട്ടും ആ സ്മെല്ലടിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സമയമായതുകൊണ്ടായിരിക്കണം എനിക്ക് വിശപ്പ് ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ പിന്നെ പൊതിച്ചോറൊക്കെ തുറന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മീൻകറി തലേ ദിവസം ഉണ്ടാക്കി വെച്ച മീൻകറി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതല്ല, ആക്ച്വലി മീൻകറി തലേ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി